ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ കേരള സിലബസിൻ്റെ ഒന്നാമത്തെ പാഠമായ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്ന പാഠമാണ്. അതിനു മുമ്പേ ഒരു പാഠമുണ്ട് കുഞ്ഞെ, ഇളങ്കാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ. അതിന് പ്രത്യേകിച്ച് നോട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേട്ടോണം. ഞാൻ ഇതിൻ്റെ ലിങ്ക് നേരത്തെ ഒന്ന് ഇട്ടതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. ജി കുമാരപിള്ളയുടെ വനപർവം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ചേർത്തിട്ടുള്ള ഒരു കവിതയാണ് ഇളംകാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ. അതായത്, കൊമ്പുകൾ ഉണങ്ങിപ്പൊടിഞ്ഞ് ഇലകൾ മുഴുവൻ കരിഞ്ഞ് തൊലി ഇളകി ദ്രവിക്കാനിരിക്കുന്ന മരക്കൊമ്പുകൾ കാണുമ്പോൾ ആകാശത്ത് മഴക്കാറ് വന്നു, പെട്ടെന്ന് മഴത്തുള്ളി വീണു, ഒരു തുള്ളി മരത്തിൻ്റെ ചോട്ടിൽ പോയി താണു. ഈ മഴത്തുള്ളി തൊട്ട സമയത്ത് മായാജാലം എന്ന് തന്നെ പറയാം. മരക്കൊമ്പുകൾ അവിടെ തരിച്ചു, അവിടെ ജീവൻ തുടിച്ചു. എല്ലാ മരക്കൊമ്പുകളിലും മരണം കാത്തു കഴിഞ്ഞിരുന്ന ആ മരക്കൊമ്പുകൾ തോറും ചെറുതായിട്ട് മുളച്ചു വന്നു, ഇല വന്നു, നല്ല മുളയായിട്ട്. പിന്നെ ഇലകൾ പൊടിച്ചു വന്നു. അതായത് മരത്തിന് വീണ്ടും ജീവൻ വന്നു എന്നാണ് ആ പാഠഭാഗത്തിൽ പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത് നിങ്ങൾക്ക് കേൾക്കുമ്പം തന്നെ മനസ്സിലാവത്തില്ലയോ? അഥവാ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഒന്നും കൂടി ബാക്കിലോട്ട് അടിച്ചിട്ട് ആ സംഭവം ഒന്ന് കേട്ടാൽ മതി. കാരണം ഞാനത് എഴുതിയിട്ടില്ല, അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. ആ സംഭവം നമ്മുടെ പാഠത്തിലുള്ള ആ കഥയ്ക്കകത്തിൽ തന്നെ ഉള്ളത് കൊണ്ടാണ്, ഞാൻ നേരത്തെ ഒരു ലിങ്ക് ഇട്ടത് കൊണ്ടാണ് ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യാഞ്ഞത്. കേട്ടോ? ഇനി നമുക്ക് ഒന്നാമത്തെ നോക്കിക്കേ, ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. ഈ പാഠം എഴുതിയതാരാ കുഞ്ഞുങ്ങളെ? നമ്മുടെ സുഗതകുമാരിയാണ്. ആരാണ്? സുഗതകുമാരി. പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തു ചേർത്ത ഒരു ആസ്വാദന പാഠമാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നത്. അതായത് 12 കൊല്ലത്തിലൊരിക്കൽ പൂവിട്ട് പ്രകൃതിയുടെ മനോഹാരിത മനം കവരുന്ന രീതിയിൽ വിളിച്ചോതി നിൽക്കുന്ന നീലക്കുറിഞ്ഞിപ്പൂക്കൾ, അവയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പം നിങ്ങൾ സംഭവം ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്കത് പാഠത്തിൽ തന്നെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കതിനകത്തിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നോക്കാം കുഞ്ഞുങ്ങളെ. പരിമളം സുഗന്ധം, ലാവണ്യം സൗന്ദര്യം, ജൈവലോകം ജീവലോകം, ദൃശ്യം കാഴ്ച, പന്തീരാണ്ട് 12 വർഷങ്ങൾ കൂടുമ്പോൾ, നിറഞ്ഞു നിറഞ്ഞു പരന്ന്, പൂങ്കടൽ പൂക്കൾ നിറഞ്ഞ കടൽ, വിസ്മയ ദൃശ്യം അത്ഭുത കാഴ്ച, മനോജ്ഞം മനസ്സിനെ ഹരിക്കുന്ന എന്നാണ്. അപ്പോൾ ഈ ഇത്രയും വാക്കിൻ്റെ അർത്ഥം ആദ്യമേ ഒന്ന് അറിയണം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് അർത്ഥം ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ അർത്ഥം പഠിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഏതെങ്കിലും 2 വരി തന്നിട്ട് അതിനെക്കുറിച്ചൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനോ വല്ലതും നിങ്ങളുടെ കേരള സിലബസിൽ പൊതുവെ ചോദിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ അർത്ഥം പഠിച്ചു വെക്കുന്നത്. നമുക്കപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. നോക്കാം. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? മൂന്നാറിലെ മലനിരകൾ പൂക്കൾ നൃത്തമാടുന്നു. ആദ്യം പൂക്കൾ നൃത്തമാടുന്നു. കാറ്റിൽ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുകയാണ്. ആ നൃത്തത്തിന് സംഗീതവും 1000 തേനീച്ചകളുടെയും വണ്ടുകളുടെയും പതിഞ്ഞ സ്വരത്തിലുള്ള മൂളലുണ്ട്. ചെറുകിളികൾ ചിറകടിച്ച് താളമിടുന്നുണ്ട്. ഇളം കാറ്റ് കുളിരുമായി തഴുകുന്നുണ്ട്. മധുരസ്വരത്തിലുള്ള ആരുടെയോ ചിരികളുണ്ട്. ആ ചിരി വനദേവതമാരുടെയോ ചെറു നീരുറവകളുടെയോ ആവാം. അങ്ങനെ അവിടെ ഒരു നൃത്തോത്സവം നടമാടുകയാണ് എന്നാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒന്നും കൂടി വായിക്കാം, കാരണം പൊതുവേ നമുക്ക് വായിക്കാൻ ചെമ്മാടിയുള്ള ആൾക്കാരാണല്ലോ. മൂന്നാറിലെ മലനിരകൾ പൂക്കൾ നൃത്തമാണ്. നമ്മൾ മൂന്നാർ കാണാൻ പോയിട്ടുണ്ടോ ഇതിലാരെങ്കിലും? ഞാൻ പോയിട്ടില്ല കേട്ടോ. ഈ നീലക്കുറിഞ്ഞി കാണാനൊന്നും പോയിട്ടില്ല കുഞ്ഞുങ്ങളെ. ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മൂന്നാറിലെ മലനിരകൾ പൂക്കൾ നൃത്തമാടുന്നു.
കാറ്റിൽ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുകയാണ്. കാറ്റടിക്കുമ്പോൾ അത് ഒരുമിച്ച് എല്ലാം കൂടെ കിടന്ന് നൃത്തം വയ്ക്കുന്നത്. ആ നൃത്തത്തിന് സംഗീതവും 1000 തേനീച്ചകളുടെയും വണ്ടുകളുടെയും പതിഞ്ഞ സ്വരത്തിലുള്ള മൂളലുമുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് ഓർത്തോണേ നിങ്ങൾ നമ്പർ ഇട്ട് എഴുതി പഠിക്കാനുണ്ടല്ലോ, എളുപ്പം പഠിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇത് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ തന്നെ എഴുതി വെച്ചിരുന്ന് പഠിക്കണം കേട്ടോ, ഒരു ബുക്കിലോ. കാരണം എപ്പോഴും ഫോൺ എടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ നമ്പർ ഇട്ടിട്ട് കേട്ടോ, അപ്പം നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ മൂന്നാറിലെ മലനിരകളിൽ പൂക്കൾ നൃത്തമാടുന്നു. 2 കാറ്റിൽ അവ ഒന്നിച്ച് നൃത്തം വെക്കുകയാണ്. ആ നൃത്തത്തിന് സംഗീതവും 1000 തേനീച്ചകളുടെയും വണ്ടുകളുടെയും പതിഞ്ഞ സ്വരത്തിലുള്ള മൂളലുണ്ട്. ചെറുകിളികൾ ചിറകടിച്ച് താളമിടുന്നുണ്ട്. ഇളങ്കാറ്റ് കുളിരുമായി തഴുകുന്നുണ്ട്. പിന്നോ മധുരസ്വരത്തിലുള്ള ആരുടെയോ ചിരികളുണ്ട്. ആ ചിരി ആരുടെയാ? വനദേവതമാരുടെയോ അല്ലെങ്കിൽ നീര് ഉറവകളുടെയോ ആവാം. അങ്ങനെ അവിടെ ഒരു നൃത്തോത്സവം നടമാടുക എന്നതാണ്. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ, എഴുതിയെടുത്ത് തന്നെ പഠിക്കണേ. മൊബൈലിൽ നോക്കി കുത്തിയിരിക്കല്ലേ. മൊബൈലിൽ ഇത് കണ്ടതിന് ശേഷം വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. 7ാം ക്ലാസ്സിലെ ഈ മലയാളം ഫസ്റ്റ് ഇപ്രാവശ്യം വളരെ എളുപ്പം സിമ്പിൾ ചാപ്റ്ററുകളാണ്. എളുപ്പം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ് കേട്ടോ. അടുത്ത നോക്കിക്കേ, എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? നമ്മുടെ എഴുത്തുകാരി ആരാ കുഞ്ഞുങ്ങളെ? നമ്മുടെ സുഗതകുമാരി എല്ലാം മറന്ന് നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? അതും നിങ്ങൾക്ക് നമ്പർ ഇട്ട് പഠിക്കാം. ഞാൻ ഈ നമ്പർ ഇട്ട് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. ചിലർക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ സംഭവം പിടികിട്ടും, ചിലർക്ക് 2 3 വെട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ രീതി വെച്ചിട്ടാണ്. അതാ ഞാൻ ഒന്നും അറിയാൻ വയ്യാത്തൊരു ഈ നമ്പർ ഇട്ട് എഴുതി പഠിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഓർഡർ അനുസരിച്ച് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? നീലക്കുറിഞ്ഞി പൂക്കളിലെ തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ഈ പൂക്കളുടെ ഇതളുകളിൽ ഇരുന്ന് മയങ്ങുന്നു. വണ്ട് എന്താ ചെയ്യുന്നത്? ഈ കുറിഞ്ഞിപ്പൂക്കളിലെ തേനെല്ലാം കൂടെ കുടിച്ചിട്ട് അവിടെ അതിനകത്ത് തന്നെ ഇരുന്നു മയങ്ങുന്നു, ഉറങ്ങുന്നു. ആ വണ്ടുകളുടെ നീലക്കറുപ്പ് നിറം ഇത് 24 മണിക്കൂർ ഈ പൂവിനകത്ത് കിടന്ന് വിരവി എന്താ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ ശരീരമാകെ ഒരുമാതിരി മഞ്ഞ പൂമ്പൊടി പറ്റിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ കറുപ്പ് നിറവേ അങ്ങ് മാറിയിട്ട് മഞ്ഞ വണ്ടായിട്ട് മാറിയിരിക്കുന്നു. അവിടുത്തെ വായുവിൽ പറഞ്ഞറിയിക്കാനാവാത്ത സുഗന്ധം അരിച്ചിറങ്ങുന്നു എന്ന് വെച്ചാൽ എന്താ? അവിടെ നല്ല സുഗന്ധം ഉണ്ടെന്നാണ് കേട്ടോ. ആ മലഞ്ചെരുവിൽ വസന്തം വന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ എഴുത്തുകാരി ആ സൗന്ദര്യ ലോകത്തിൽ സ്വയം മറന്നു നിന്നു. ഒന്നുകൂടെ വായിക്കാം കുഞ്ഞുങ്ങളെ. ഞാൻ ഈ വായിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ വായിക്കുന്നത് കേട്ടായിരിക്കും ചിലപ്പോൾ ഇച്ചിരി അറ്റവും മുറിയേലും നിങ്ങൾക്ക് കിട്ടുന്നതെന്നും എനിക്കറിയാം. കാരണം വായിക്കുന്ന ശീലം പൊതുവേ പകുതി മുക്കാലും പിള്ളേരെയും വായനാശീലം കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഈ കേട്ടെങ്കിലും അങ്ങ് പഠിച്ചോണേ. നീലക്കുറിഞ്ഞിപ്പൂക്കളിലെ തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ പൂക്കളുടെ ഇതളുകളിൽ ഇരുന്ന് മയങ്ങുന്നു. ഒന്നാമത്തെ. എന്നിട്ടോ ആ വണ്ടുകളുടെ ഈ നീലക്കറുപ്പ് നിറമുള്ള ശരീരമാകെ മഞ്ഞ പൂമ്പൊടി പറ്റിയിരിക്കുന്നു. അവിടുത്തെ വായുവിൽ പറഞ്ഞറിയിക്കാനാവാത്ത സുഗന്ധം അരിച്ചിറങ്ങുന്നു. ആ മലഞ്ചെരുവിൽ വസന്തം വന്ന ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ എഴുത്തുകാരി എന്ത് ചെയ്തു? സ്വയം മറന്ന് അവിടെ നിൽക്കുന്നു എന്നാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ ആണോ നിങ്ങളെ? 1 2 ഞാനിങ്ങനെ ഈ ബോക്സ് ഇട്ടത് നിങ്ങൾക്ക് ആ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും എത്രയുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. എല്ലാം ചുരുക്കി ചെറിയ രീതിയിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. 1ാമത്തത് 2ാമത്തത്. ഓക്കെ ആണോ? അടുത്ത് നോക്കൂ നിങ്ങളെ, 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ. കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? പുഷ്പോത്സവം കഴിഞ്ഞാൽ നമ്മുടെ കുറിഞ്ഞിപ്പൂക്കൾ മണ്ണിൽ വീഴുന്നു. ഓക്കെ ആണോ? അവ മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു 12 വത്സരം കഴിയും. ഇനിയൊരു 12 വത്സരം കഴിയും വരെ അവ മണ്ണിൽ കാത്തുകിടക്കുന്നു. അതൊരവസ്ഥയാണ് വീണ്ടും കിളിർത്തു പൂക്കാനുള്ള തപസ്. ഞങ്ങളെ ഒന്നുകൂടെ വായിക്കാം. പുഷ്പോത്സവം കഴിഞ്ഞാൽ നമ്മുടെ കുറിഞ്ഞിപ്പൂക്കൾ എല്ലാം മണ്ണിൽ വീഴുന്നു. അവ മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിൽ വീണതിനൊപ്പം അതിൻ്റെ വിത്തും കൂടി വീഴുന്നു എന്നാണ്. ഇനിയൊരു 12 വത്സരം കഴിയും വരെ അവ ആ മണ്ണിൽ തന്നെ ഇങ്ങനെ കാത്ത് കിടക്കുന്നു. ഇനി അടുത്ത 12 വർഷം കഴിഞ്ഞെങ്കിലേ എന്തുള്ളൂ? ഇതിന് പൂക്കുകയുള്ളൂ അല്ലേ? അതൊരവസ്ഥയാണ്, വീണ്ടും കിളിർത്തു പൂക്കാനുള്ളൊരു തപസ്സാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? വായിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ.
ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ലേ, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. നീലക്കുറിഞ്ഞികൾ പൂവിട്ട് പ്രകൃതികൾ മനോഹരമാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയല്ലെന്ന് എന്തായാലും എഴുത്തുകാരി വ്യക്തമാക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വേണ്ടിയല്ലെന്ന്. പിന്നെയോ? അതാണ് അതിൻ്റെ ആൻസർ. നോക്കൂ നിങ്ങളെ, തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്ക് വേണ്ടിയും പിന്നെ പേരറിയാത്ത കോടാനുകോടി പ്രാണികൾക്ക് വേണ്ടിയുമാണെന്നാണ് നമ്മുടെ എഴുത്തുകാരി ഇവിടെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? നീലക്കുറിഞ്ഞികൾ പൂവിട്ട് പ്രകൃതികൾ മനോഹരമാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ എഴുത്തുകാരി പറയുന്നത് തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്ക് വേണ്ടിയും പിന്നെ പേരറിയാത്ത നമ്മൾ ഈ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, കാണാത്ത ഒരുപാട് പ്രാണികൾ അതിനകത്ത് വന്നിരിക്കുന്ന ആളാണ് അല്ലേ? അതാ ഉദ്ദേശിക്കുന്നത്. കോടാനുകോടി പ്രാണികൾക്ക് വേണ്ടിയും കൂടിയാണ് ഈ കുറിഞ്ഞിപ്പൂക്കൾ പൂക്കുന്നതെന്ന്. ഓക്കെ ആണോ? ഓക്കെ, 5-ാമത്തെ പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം എന്ത് ചെയ്യുന്നു? മറഞ്ഞു പോകുന്നു. പിന്നീടോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു അല്ലേ? പിന്നീട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നോക്കൂ കുഞ്ഞുങ്ങളെ, കാണാൻ പറ്റുന്നുണ്ടോ? പുഷ്പോത്സവം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞിപ്പൂക്കളെല്ലാം ഇതൾ അടർന്ന് താഴെ പതിക്കുന്നു. അതിൻ്റെ ഇതൾ എല്ലാം ചെറിയ കാറ്റിൽ പറന്നു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച്, അതായത് പൂക്കളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമാകുന്നു. എല്ലാം നിശ്ചലം, എവിടെയും നിശ്ചലം എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ ആണോ? ഈ പുഷ്പോത്സവം, അതായത് 12 വർഷം കൂടുമ്പോഴാണ് കുഞ്ഞുങ്ങളെ ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത്. അത് പൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് അവിടെ സംഭവിക്കുന്നത്? അതായത് പുഷ്പോത്സവം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഇതളടർന്ന് താഴെ പതിക്കുന്നു. ശരിയല്ലേ? അതിൻ്റെ ഇതളെല്ലാം എന്ത് ചെയ്യുന്നു? കാറ്റടിക്കുമ്പോൾ പറന്നു പോകുന്നു. അതായത് ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പൂവും കായും എല്ലാം ഉണങ്ങി താഴെ വീണ് പോകുന്നു എന്നാണ്. എന്നിട്ട് അത് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ അന്നേരം എന്തായിരുന്നു? ശൂന്യമാകുന്നു. എല്ലാം നിശ്ചലം, എവിടെയും നിശ്ചലം. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ 5 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലെന്നോ ഒക്കെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ എന്തായാലും ഇത്രയും മെനക്കെട്ടിരുന്ന് നിങ്ങൾക്ക് എഴുതി തരുന്നതല്ലേ. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് ഇട്ടതാണ്. ഈ പാഠം തന്നെ ഇട്ടിട്ടുണ്ട്, നോട്ടാണിത്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, പക്ഷേ അത് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാരൊക്കെ തരും. പ്രധാനപ്പെട്ടത് മാത്രം നോക്കി ഞാനൊരു 5 എണ്ണം തന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾക്കിത് മനസ്സിലായി, നല്ലപോലെ കേൾക്കാനും കൊള്ളാം, അല്ലെങ്കിൽ മനസ്സിലായി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ അടുത്ത ചാപ്റ്റർ ഇടാം കേട്ടോ. വെറുതെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇടണ്ടല്ലോ. എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെങ്കിലേ അവരും കൂടെ കാണട്ടെ, അവരും കൂടെ പഠിക്കട്ടെ കേട്ടോ. താങ്ക് യു.